ഉത്തർപ്രദേശിൽ നേട്ടമുണ്ടാക്കാതെ ബി.ജെ.പിയെ നേരിടാൻ സാധിക്കില്ലെന്ന കാര്യം സത്യമാണ്. എല്ലാ കണ്ണുകളും ഉത്തർപ്രദേശിലാണ്. എന്നാൽ സമാജ്വാദി പാർട്ടിയുമായി സീറ്റ് വിഭജനം ഇതുവരെയും തീരുമാനമായിട്ടില്ല. കോൺഗ്രസും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഇത് മനസ്സിലാക്കി അഖിലേഷ് യാദവ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണെന്നാണ് വിവരം. കോൺഗ്രസിന് കൈകൊടുക്കാൻ തയ്യാറാണ് എന്ന് എസ്.പി നേതാവ് അഖിലേഷ് യാദവ് വ്യക്തമാക്കി. എന്നാൽ അദ്ദേഹം വച്ച ഉപാധി കോൺഗ്രസ് അംഗീകരിക്കുമോ എന്നതും സംശയമാണ്. യു.പിയിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട്. വിട്ടുവീഴ്ചയാകാമെന്നും അദ്ദേഹം നിലപാടെടുത്തു. എന്നാൽ യു.പിയിലെ കോൺഗ്രസ് നേതൃത്വത്തെ പരിഗണിക്കാതെ എസ്.പിയുമായി സഖ്യമുണ്ടാക്കുന്നതിലും അർത്ഥമില്ല. കോൺഗ്രസുമായി സഖ്യം ചേരാൻ അഖിലേഷ് യാദവിന് താൽപ്പര്യമുണ്ട്. എന്നാൽ സീറ്റ് വിഭജനമാണ് ഇരു പാർട്ടികൾക്കുമിടയിലെ ഭിന്നതയ്ക്ക് കാരണം. കോൺഗ്രസിന് 10 സീറ്റ് മാത്രം നൽകാമെന്നായിരുന്നു നേരത്തെ അഖിലേഷ് പറഞ്ഞിരുന്നത്. എങ്കിലും ഇപ്പോൾ അദ്ദേഹം നിലപാട് മയപ്പെടുത്തിയിരിക്കുകയാണ്. 15 സീറ്റ് വരെ കോൺഗ്രസിന് നൽകാമെന്നാണ് എസ്.പിയുടെ ഇപ്പോഴത്തെ നിലപാട്. 20 സീറ്റുകൾ വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നത്. 80 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉത്തർപ്രദേശിലുള്ളത്. പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കുന്നതാണ് ഇവിടെ എല്ലാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിക്ക് നേട്ടമാകുന്നത്. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ ഐക്യം വരുന്നത് ബി.ജെ.പിക്ക് വെല്ലുവിളിയാണ്. എന്നാൽ സീറ്റ് വിഭജനമാണ് പ്രതിപക്ഷ ചേരിയിലെ തർക്കവിഷയം. ഇക്കാര്യത്തിൽ സമവായത്തിലെത്താൻ അഖിലേഷ് യാദവ് തീരുമാനിച്ചു. സീറ്റ് വിഭജന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്തിയാൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയിൽ പങ്കെടുക്കുമെന്ന് അഖിലേഷ് യാദവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ചർച്ചകൾ വേഗത്തിലാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ഭാരത് ജോഡോ യാത്രയിൽ അഖിലേഷ് യാദവ് പങ്കെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം. അങ്ങനെ സംഭവിച്ചാൽ പ്രതിപക്ഷ ചേരിയിൽ വലിയ പ്രതീക്ഷയേകും. എസ്.പിയും കോൺഗ്രസും സീറ്റ് വിഭജന ചർച്ച നടന്നുവരികയാണ്. ഇരു പാർട്ടികളും സീറ്റുകൾ സംബന്ധിച്ച പട്ടിക പരസ്പരം കൈമാറിയിട്ടുണ്ട്. സീറ്റ് വിഭജനം സംബന്ധിച്ച് തീരുമാനമായാൽ സമാജ്വാദി പാർട്ടി രാഹുൽ ഗാന്ധി നയിക്കുന്ന ന്യായയാത്രയിൽ പങ്കെടുക്കുമെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു. ന്യായയാത്രയിലേക്കുള്ള കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ ക്ഷണം അഖിലേഷ് സ്വീകരിച്ചിരുന്നു. 2019 കോൺഗ്രസ് തനിച്ചാണ് മത്സരിച്ചത്. എസ്.പിയും ബി.എസ്.പിയും സഖ്യം ചേർന്ന് മത്സരിച്ച ആ തെരഞ്ഞെടുപ്പിൽ ബി.എസ്.പിയാണ് നേട്ടം കൊയ്തത്. തെരഞ്ഞെടുപ്പിന് ശേഷം എസ്.പി ബി.എസ്.പി സഖ്യം തകരുകയും ചെയ്തു. എന്നാൽ ഇത്തവണ ബി.എസ്.പിയുമായി സഖ്യം ചേരാൻ എസ്.പി താൽപര്യം പ്രകടിപ്പിച്ചിട്ടില്ല. കോൺഗ്രസിനൊപ്പം നിൽക്കാനാണ് തീരുമാനം. അങ്ങനെയെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് 40 സീറ്റുകൾ വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ വൃത്തങ്ങളും പറയുന്നു.